ഹലോ, വെൽക്കം ടു റിഷ് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളതെന്ന്. അപ്പോൾ ഇന്ത്യവേരത്തിലേക്ക് വന്നു ഞാൻ. വന്നപ്പോൾ ഉള്ള എൻ്റെ വീടിൻ്റെ ഒരവസ്ഥയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് വൃത്തിയാക്കുകയും അടിക്കുകയും വാരുകയും ഒക്കെ ചെയ്തെങ്കിലും നമ്മൾ ഒരു നേരം വീട്ടിലില്ലാത്ത സമയത്ത് എന്താണ് ആ വീടിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ ആ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാവുന്നത്. സ്ത്രീ ഒരു അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, ഒക്കെയാണ്. വീട്ടിൻ്റെ ഐശ്വര്യമാണ്, സത്യം തന്നെയാണ്. ഒരു വീട് ഒരു വീടായി കാണണമെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ എത്രമാത്രം അതിന് എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പുരുഷന്മാർ ആ എഫേർട്ട് എടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇന്ത്യവേരത്തിൽ ഞാനും ഷിജുവേട്ടനും മോളും അച്ഛനുമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഭക്ഷണം വയ്ക്കുന്നത് അച്ഛനാണ്. ഷിജുവേട്ടൻ പിന്നെ രാവിലെ പോവും, രാത്രിയിൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലെ പണികൾ ഒട്ടുമിക്കതും ചെയ്യാനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല. അച്ഛനെ കൊണ്ട് കഴിയുന്നത് പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇത്രയും ദിവസം കഴിഞ്ഞു പോയത്. അവിടെ പിന്നെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും കഴിയില്ല. നമ്മൾക്ക് നമ്മളുടെ അവസ്ഥ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കയറി വരുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ ദൈവമേ, ഞാനിനി ഇതെങ്ങനെ വൃത്തിയാക്കും, എവിടെ നിന്ന് തുടങ്ങും എന്നാണ് ഞാൻ ചിന്തിച്ചത്. വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ചോറൊക്കെ തിന്നിട്ട് മെല്ലെ തുടങ്ങാം. ഈ പൊരി വെയിലും കൊണ്ട് വന്നിട്ട് വീണ്ടും ഈ അടുക്കളപ്പണി ചെയ്യാന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ തിന്നിട്ടാണ് ഞാൻ ഈ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ തുടങ്ങിയത്. ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ പാത്രം കഴുകലും പിന്നെ വർക്ക് ഏരിയയിൽ നിന്നാണ് ഞാനെല്ലാം തുടങ്ങിയത്. അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. അതിനുശേഷം അടുപ്പിനടുത്തോട്ട് പോയി. അവിടെ ഞാൻ പോകുമ്പോഴേ കമിഴ്ത്തി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അതാത് സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് അടുപ്പും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അടുപ്പിൻ്റെ ചുമരും അടുപ്പിൻ്റെ ആ സൈഡിലുള്ള കരിയും ഒക്കെ നന്നായിട്ട് ഉരച്ച് തുടച്ചെടുത്ത് വൃത്തിയാക്കി. അതിനിടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് തുണികളൊക്കെ ഷിജുവേട്ടൻ അലക്കി തിരുമ്പി വെച്ചതാണ്. ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതാണ് ഞാൻ അലക്കാനിട്ടത്. ആ വർക്ക് ഏരിയ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ നിരത്തിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പാത്രങ്ങൾ നിരത്തുന്നതേ ഇഷ്ടമല്ല. അടുക്കളയുടെ മേശ എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഒഴിഞ്ഞു കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് ഇനി പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തെടുത്ത് വെച്ച് പിന്നെ ബാക്കിയുള്ള മേശയിൽ ഒരു സാധനങ്ങളും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിരത്തി വെക്കുമ്പോഴാണ് നമ്മുടെ അടുക്കള വല്ലാത്തൊരു അസൗകര്യമായിട്ടും അല്ലെങ്കിൽ അടുക്കും ചിട്ടയില്ലാത്തതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ തന്നെ നമ്മളുടെ പണി ഏകദേശം ഒട്ടുമുക്കാൽ ഭാഗവും തീരും. പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കഴുകിയതിന് ശേഷം പിന്നെ കറിയും ചോറും ഒക്കെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ആ പാത്രങ്ങളും കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ചൂടാക്കി വെക്കാനുണ്ട്. ആ ഒരു കുക്കറിൽ മാത്രം ഞാൻ ഒഴിച്ചില്ല, അത് നമുക്ക് രാത്രിയിലും എടുത്ത് എന്നിട്ട് കഴുകാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പിന്നെ അത് ഒഴിച്ച് വെക്കാനായി നിന്നില്ല. പിന്നെ അടുക്കളയുടെ ചുമരും കൂടി എല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടാവും ചില സമയത്ത്. അപ്പോൾ ഞാൻ ചോക്കോ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ പൊടിയോ, സാധാരണ ഉറുമ്പിൻ്റെ പൊടി ഇതുപോലെ മേശയിലൊന്നും ഇടാറില്ല, അത് ഈ നിലത്ത് അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഇടാറുള്ളൂ. ചോക്ക് തന്നെയാണ് മിക്കവാറും വരക്കാറുള്ളത്. അങ്ങനെ ചോക്കൊക്കെ വരച്ച ഇതിൻ്റെ പാടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടങ്ങ് തുടച്ചെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ആ ക്ലേ പോട്ടിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ ക്ലേ പോട്ടിന് ചെറിയൊരു ലീക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അങ്ങ് തീർന്നു പോയി. അതൊക്കെ ഒഴിച്ചു വെച്ചു. ഇപ്പം ഞാനീ കാണിച്ചത് മക്കോട്ട ദേവയുടെ കുരുവാണ്. മക്കോട്ട ദേവ നല്ല ഒരു ഔഷധമാണ്. നമ്മുടെ ഈ ഷുഗറൊക്കെ നന്നായിട്ട് കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇതിൻ്റെ വെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മക്കോട്ട ദേവയുടെ കാണിച്ചിട്ട്, അതൊന്ന് എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്ത പണി നമ്മുടെ സ്റ്റൗ വൃത്തിയാക്കുന്നതാണ്.
സ്റ്റൗവൊക്കെ നന്നായിട്ട് ഉരച്ച് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിളക്കമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും. പിന്നെ ആ സിങ്കും കൂടി ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി ഇതാണ് എൻ്റെ അടുക്കളയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്കൊരു മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നത്. ആ മേശയിലൊരു തുള്ളി വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഞാൻ അപ്പം തന്നെ പോയിട്ട് തുടക്കും. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ വെള്ളത്തിൻ്റെ ആ ഒരു പാടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ വേർത്ത് കുളിച്ച് ഒരു പരുവമായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ അടുത്ത ഏരിയയിലോട്ട് വന്നു. സോഫയിലെ വിരിപ്പൊക്കെ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെയുള്ള പൊടിയൊക്കെ തട്ടി ജനലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടത്തി. അതിനിടയിൽ മോള് നമ്മുടെ ഓക്സിജൻ നോക്കുന്ന മെഷീനില്ലേ, അത് കൊണ്ട് തന്നിട്ട് അമ്മക്ക് എത്ര ഓക്സിജൻ ഉണ്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കളിയുമുണ്ട്. ഇത്രയും ദിവസം കാണാഞ്ഞിട്ട് വല്ലാത്ത സങ്കടമായിരുന്നു അവൾക്ക്. എന്നെ കണ്ടപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എനിക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മോളെ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ 10 ദിവസം നിന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എനിക്കവിടെ നിന്നതായിട്ടേ തോന്നുന്നില്ല. എന്തോ ഒരു ശൂന്യതയായിരുന്നു എൻ്റെ മോള് അടുത്തില്ലാത്തത് കൊണ്ട്. അപ്പോൾ അവൾക്കും അങ്ങനെ തന്നെയാണ്. അതെല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അമ്മ അടുത്തുണ്ടാകുമ്പോഴാണല്ലോ അവർക്ക് എല്ലാം സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാനെൻ്റെ അടിച്ചുവാരലൊക്കെ തീർത്തു. എന്നിട്ട് അച്ഛൻ വൈകുന്നേരം വിളക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ തുടച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കുവാണ്. സെൻട്രൽ ഹാളും റൂമും ഒക്കെ വേഗം തുടച്ചെടുത്തു. ഇനി അടുക്കളയും വർക്ക് ഏരിയയും മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അടുക്കളയിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ നിലത്ത് വീണിട്ട് അതിൻ്റെ പാടും പിന്നെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള കച്ചറകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഉരച്ചെടുത്തു. അങ്ങനെ വലിയൊരു വൃത്തിയാക്കൽ മഹാമഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ വൃത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഒരു വീടായി മാറുന്നതും ഇപ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.